കറുത്തവനെന്ന് മുദ്രകുത്തി. എന്നാൽ നിങ്ങൾ മാധ്യമങ്ങളിൽ ഫോട്ടോകൾ കണ്ടില്ലേ, എന്ത് കറുപ്പവനുള്ളത്? സാമാന്യ സൗന്ദര്യമില്ലേ? എന്നിട്ട് അവൻ അധിക്ഷേപിച്ചിട്ട് ചോദിച്ചു, ഞങ്ങളോടെ കോളിൽ വിളിച്ച് സൗകര്യക്കാരോടെ പറഞ്ഞാണ്, ഡാ നിന്റെ ഫോട്ടോ നീ കണ്ണാടിയിൽ നോക്കിയിട്ടുണ്ടാ? കണ്ണാടിയിൽ പോയി നോക്ക്, നീ എന്ത് കോലോടാ, നീ ഇങ്ങനെയാണോ, മനുഷ്യ കോലോടാണോ നീ? എൻ്റെ മോൻ എന്ത് കുറവ്? അങ്ങനെ ഒരുപാട് അയാൾ ഒരുപാട് പുഴുത്ത പട്ടിയെന്ന് വിദ്യാർത്ഥികളെ മുമ്പേ വെച്ച് പറഞ്ഞു. പിന്നെ ഒരു ദിവസം സ്റ്റാഫ് റൂമിൽ പോയിട്ട് വന്ന് ഇയാളെ കണ്ടപ്പോൾ ഇവൻ്റെ ഷോളറിൽ ഇയാൾ കയറി തട്ടി. അത് എൻ്റെ കൂടെ അവൻ വിളിച്ച് പറഞ്ഞു. അപ്പോൾ എന്ത് സാറേ നോക്കി പോയിക്കൂടെ, എത്രയും ഗ്യാപ്പുണ്ട്, എല്ലാം സംസാരിക്കണവരാണ്. അപ്പോഴേ പറയാം, ഞാൻ ഒരു കൊല ചെയ്തവനാണ് മുമ്പ്, നീ സൂക്ഷിച്ച് നടന്നു, എന്നെ കൊണ്ടത് ചെയ്യിക്കല്ലേ എന്ന് പറഞ്ഞിട്ട് പോയി. അങ്ങനെ അത് എൻ്റെ കൂടെ വിളിച്ച് പോയി. അപ്പോൾ അവൻ എന്നിട്ട് അവൻ തന്നെ പറയാം, ഇയാൾക്ക് മെൻ്റലായിരിക്കും, അല്ലെ പിന്നെ അത് പറയേണ്ട കാര്യമില്ല. അങ്ങനെ അന്ന് തൊട്ട് തുടങ്ങിയ കാര്യങ്ങളാണ് പറയാം. അന്ന് തൊട്ട് എൻ്റെ മോൻ രൂക്ഷമായ ഇതുകൾ നേരിടുകയാണ്. ഇപ്പോഴവൻ ഇതിൻ്റെ കൂടെ അവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടി നീറ്റും കൂടെ അവരറിയാതെ ചെയ്യണം. അവരറിഞ്ഞാൽ ഇവരെ പൂട്ടും എന്നറിയാം. അവനെ അറിയാതെ ഉറക്കൊഴിഞ്ഞിരുന്ന മറ്റുള്ള വിദ്യാർത്ഥികൾ തലയിൽ കൂടെ തുണിയിട്ട് ഉറങ്ങുമ്പോൾ ഇവരുന്ന് ഉറക്കൊഴിഞ്ഞ് പഠിക്കുകയാണ്. എൻ്റെ ഈ വീട്ടിൽ വരുമ്പോൾ അവൻ ബാഗിൽ ഈ ബാക്കിയുള്ള ഡ്രസ്സുകൾ കൊണ്ടുവന്നതിൻ്റെ കൂടെ ടെസ്റ്റുകളെല്ലാം കൂടെയാണ് വന്നത്. ഭയങ്കര വെയിറ്റ് ആയിട്ടാണ് വന്നത്. ഞാൻ വഴക്കൂർ എന്ത് പോലെ നീ ഇതെല്ലാം വരും, അച്ഛാ എനിക്ക് ഇവിടെ 4 ദിവസം ഉണ്ടല്ലോ, 4 ദിവസം പഠിക്കാനാണ്, നീറ്റും കൂടെ ചെയ്യില്ലേ, ഇതെല്ലാം കൂടെ എന്നെ ഇവിടെ ഇരുന്ന് ഒറ്റയ്ക്ക് പറ്റില്ല. അങ്ങനെ എൻ്റെ മോനെ ക്രൂരമായി അവർ ചതിച്ചു വന്നതാണ്. പിന്നെ അവർ 3 നിലയിൽ ചാടിയെന്ന് പറയും. ബോഡി ഇവിടെ കൊണ്ടുവന്നത് നിങ്ങളെല്ലാം കണ്ടേയില്ലേ? അവൻ്റെ ഇവിടെ ഒരു ചെറിയ മുറിവ്, ഇവിടെ 2 പോറൽ വലിയ ഉള്ളായിരുന്നു. അവർ പറഞ്ഞത് ബാക്ക് തലയടിച്ചെന്നല്ലേ പറഞ്ഞത്. അപ്പോൾ ഞാൻ എല്ലാം നോക്കി, ബോഡി മറ്റേ ഫ്രീസറിൻ്റെ അടപ്പെടുത്തപ്പോഴും അവന് പല്ലിന് ഒരു കുഴപ്പമില്ല, ഒരു പല്ല് പോലും പൊട്ടിയിട്ടില്ല. ഇത്രയും നിലയേറെ മേളയിൽ നിന്ന് തള്ളിയിട്ടാലും ചാടിയാൽ പോലും അങ്ങനെ സംഭവിക്കേണ്ടതില്ല. ചെവിയിൽ മുറിവുകളില്ല. പിന്നെ അത് എനിക്കറിയാം, ഇത് ആത്മഹത്യയല്ല, കൊലപാതകമാണ്, കൊല ചെയ്തതാണ് അവന്. ആത്മഹത്യയിൽ ഞാൻ പല സിനിമകളുമൊക്കെ കണ്ടിട്ടുണ്ട്, പല കാര്യങ്ങളും എനിക്കറിയാം. ഒരുപാട് മുറിവുകളും ചതവുകളും ഒക്കെ വരുമല്ലോ. പക്ഷേ ഇത് നിങ്ങളെല്ലാം കണ്ടല്ലേ, അവൻ്റെ മുഖത്തെന്തൊരു മുറിവുണ്ട്, ഇവിടെ ഒരു മുറിവുണ്ട്, ഇവിടെ 2 പോറലും ഉണ്ട്, അല്ലാതെ അവനൊന്നുമില്ല. ബാക്കി ഇങ്ങോട്ടൊന്നും ആരും കാണിച്ചില്ല, ഞാൻ കണ്ടുമില്ല. ഇങ്ങനെയാണ് വലിയ ഹൈറ്റുള്ള നിലയുടെ മണ്ടെന്നൊക്കെ വിദ്യാർത്ഥികൾ വീഴുന്ന ചാടിയൊക്കെ ആത്മഹത്യ ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ളത്. ഈ ഇടയ്ക്ക് തന്നെ നിങ്ങൾ അറിഞ്ഞല്ലോ, വിദ്യാർത്ഥി എത്രയോ വർഷം കൊണ്ട് കിടക്കുകയായിരുന്നു. ഇപ്പോഴ് കോടതിയുടെ സഹായത്തോടുകൂടി അവൻ്റെ ജീവൻ എടുത്തില്ലേ. എത്ര വർഷം ആ മാതാപിതാക്കൾ നോക്കി. അങ്ങനെയെങ്കിലും എനിക്ക് എൻ്റെ മോനെ ഉയരോടെ തന്നുവിടായിരുന്നു അവർ. അല്ലെങ്കിൽ ഇവനുമായിട്ട് എന്തെങ്കിലും സ്റ്റാഫ് റൂമിൽ വെച്ച് ടീച്ചർമാർ ഇഷ്യൂസ് ഉണ്ടായിരുന്നെങ്കിൽ മാതാപിതാക്കളെ ഞങ്ങളെ ഒന്ന് അറിയിച്ചൂടെ? സാമ്പത്തികമായി ഞങ്ങൾ കുറവേ ഉള്ളൂ, ഞങ്ങൾ വാക്കുകൾ കൊണ്ട് ഞങ്ങൾ സംസാരിക്കാനുള്ള കഴിവുകളുണ്ട്. എൻ്റെ 2 മോൾക്കും നല്ല വിദ്യാഭ്യാസങ്ങൾ, എൻജിനീയറിങ്ങും ഡിഗ്രി എല്ലാം കഴിഞ്ഞ് എല്ലാം നല്ല രീതിയിൽ ക്വാളിഫയർ ചെയ്തതാണ് ആ കുട്ടികളെ. അവരെ വിളിച്ച് പറയാമല്ലോ, എൻ്റെ ഭാര്യയ്ക്ക് മാത്രമല്ലേ വിദ്യാഭ്യാസം കുറവുള്ളൂ, ഞങ്ങൾ എന്തുകൊണ്ട് അറിയിച്ചില്ല? അപ്പോഴിത് കൊലപാതകമാണ്, അറിഞ്ഞ് കൂട്ടിക്കൊണ്ടുള്ള കൊലപാതകം. ഇവന് സർക്കാർ മെറിറ്റിലാണ് ഇത് കിട്ടിയത്. അപ്പോൾ ഇതിൽ നിന്ന് ഇവനെടുത്ത് കളഞ്ഞിട്ട് അടുത്ത വർഷം ഒരു 50 ലക്ഷം രൂപയ്ക്ക് ഒരുത്തനെ കയറ്റിയ അവർക്ക് ഈ മാനേജ്മെൻറ്റ് ട്രസ്റ്റിൽ 50 ലക്ഷം രൂപ ലാഭമില്ലേ? അല്ല 75 ലക്ഷം രൂപ. ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇവർ ചെയ്തത്. നിങ്ങളിത് പുറത്ത് കൊണ്ടുവരണം. സിദ്ധാർത്ഥനുണ്ടായതുപോലെ ഇവിടെ നിന്ന് എത്ര കിലോമീറ്റർ ഉണ്ട്? 5 കിലോമീറ്റർ പോലും ഇല്ല സിദ്ധാർത്ഥൻ്റെ വീട്. പൂക്കോട് ആശുപത്രിയിൽ വെച്ച് അവൻ ബസ് സ്റ്റാൻഡ് വരെ വന്ന ആ സിദ്ധാർത്ഥനെയാണ് തിരിച്ചു വിളിച്ച് റാഗ് ചെയ്ത് അവനെ കൊന്നത്. അതുപോലെ എൻ്റെ മോനെ കൊന്നതാണ്, അല്ലാതെ അവൻ ആത്മഹത്യ ചെയ്തില്ല. ഇത് വാടക വീടാണ്. അവൻ്റെ സ്വപ്നങ്ങളുണ്ടായിരുന്നു. അവൻ പറഞ്ഞ അച്ഛനെ അമ്മയെ കഷ്ടപ്പെടേണ്ട, അച്ഛൻ പെയിൻ്റ് അടിച്ചല്ലേ ഞങ്ങളെ ഇത്രയും നാൾ വളർത്തി വിദ്യാഭ്യാസം ചെയ്തത്, അമ്മ കൂലിപ്പണിയെടുത്തല്ലേ ചെയ്തത്. പക്ഷേ ഞാൻ വളർന്ന് ഈ ഇന്ത്യയിലും കേരളത്തിലും ഇത് ജോലി ചെയ്യാതെ പഠിച്ച് ഞാൻ ജോലി നേടുന്നത് UK അവിടെ ഞാൻ ഒരു 10-15 വർഷം സർവീസ് എടുക്കുമ്പോൾ എനിക്ക് നിങ്ങൾക്കുള്ള എല്ലാ എൻ്റെ കുടുംബത്തെ സംരക്ഷിക്കാനുള്ള എല്ലാം ചെയ്യുമെന്ന് ധാർമ്മികമായ ഉത്തരവാദിത്തങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയ ഒരു വിദ്യാർത്ഥി ഏതെങ്കിലും കെട്ടിടത്തിൻ്റെ മുമ്പേ ഒന്ന് ചാടൂ? ഇല്ല, ചാടാൻ അവന് പറ്റൂല. കാരണം അവന് ഇവിടെ ആഴ്ചയോറും വരുമ്പോൾ ഞാൻ എവിടെ പൈസ കൊടുത്തിട്ട് എല്ലാം കളക്ട് ചെയ്യണത്, അവൻ സാധനങ്ങളെല്ലാം തള്ളയും കൂടെ വിളിച്ചുകൊണ്ട് പോയി ഓട്ടോയിൽ പോയി വാങ്ങിച്ചുകൊണ്ട് വരണവനാണ് അവൻ. എല്ലാ കുടുംബകാര്യങ്ങളും അറിഞ്ഞ് ചെയ്യണവനാണ് അവൻ. ഒരിക്കലും ഒന്നും ചെയ്യൂല, അറിയാം.
എന്നെ എപ്പോഴും തോളി കേട്ടുകൊണ്ടാണ് നടക്കുന്നത്. ഞായറാഴ്ച ദിവസം ഞങ്ങൾ അപ്പുറത്ത് ബേക്കറിയിലൊക്കെ പോകുമ്പോൾ എൻ്റെ തോളിൽ കേട്ട് കൂട്ടുകാരെ പോലെയാണ് നടക്കുന്നത്. അവൻ എന്നെ ചതിക്കാൻ പറ്റൂല, എൻ്റെ കുടുംബത്തെ ചതിക്കാൻ പറ്റൂല. അവൻ അങ്ങനെ വെച്ചുകൊണ്ട് ആത്മഹത്യ ചെയ്യൂല. കൊലപാതകം തന്നെയാണ് അറിഞ്ഞു കൂട്ടിക്കൊണ്ട്. നിങ്ങളത് പുറത്തു കൊണ്ടുവരണം. എനിക്കിത്രയേ പറയാനുള്ളൂ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.